അങ്ങനെ ഇതാ നമ്മളെവിടെ പോവാണ്? പക്ഷെ അതിന് ഷൂട്ടിട്ടില്ല അല്ലേ? പൂച്ചയുണ്ട്, ടീമും എല്ലാം ഉണ്ട്. പൂച്ചയുണ്ട് ലിഫ്റ്റ്. എവിടെ പോന്ന ഷിയ? ആ എവിടെ? മുസഫ ഷെജിൻ ഷെജിൻ അതിൻ്റെ മുടിയൊന്നും വാരിട്ടില്ലൊന്നും ഇരുട്ടായിട്ടാ. പോവാണ് നമ്മള് മുസഫ പാർക്കിലോട്ട് പോവാൻ. അങ്ങനെ നമ്മളിതാ മുസഫ പാർക്കിലോട്ട് പോവാൻ. അല്ല മുസഫ പാർക്ക് എന്നല്ലേ പേര്? ഹലോ. ഹായ് ഗൈസ്, അപ്പം നമ്മളിതാ പാർക്കിൽ പോവാണ്. ഇന്നെന്താ വെച്ചാൽ ഇന്ന് ശനിയാഴ്ച അല്ലേ? ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് കാക്ക് ലീവാണ്. അപ്പം ഞങ്ങളങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ സോഹയ്ക്ക് സ്കേറ്റിംഗ് ചെയ്യാനും കളിക്കാനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പാർക്കിൽ പോവുകയാണ് അല്ലേ ഷെസിനോ? അങ്ങനെ ഇതാ നമ്മൾ പോവാണ്. സോഹ ഷെസിന അങ്ങനെ ഭയങ്കര ഹാപ്പി അല്ല? ഷെസിന ഹാപ്പി അല്ലേ? ആണോ? ഷെസിന് പുറത്തൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കേട്ടോ. നേരെ മഴ പെയ്യുന്നുണ്ടോ ഗെയിം? ഇല്ല, ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ അങ്ങ് ജസ്റ്റ് ഒരു മങ്ങലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത്. പിന്നെ അത്യാവശ്യം ലേറ്റായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. ഏകദേശം 5:30 മണിയായി. ഒരു 4 മണിക്കെങ്കിലും ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് ഇരുട്ടാവും കേട്ടോ. പിന്നെ ക്ലൈമറ്റിൻ്റെ ആ ഒരു ഭാഗമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഏർലി മോർണിംഗ് ഉണ്ടാവില്ലേ, ഒരു 5:30-6 മണിക്കൊക്കെയുള്ള ആ ഒരു ലുക്കൊക്കെയാണ് പുറത്ത് കാണുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് അബുദാബി മുറൂറിലാണ് കേട്ടോ. നമ്മളിങ്ങനെ റോഡിൽ കൂടി പോവുകയാണ്. ഇനി അവിടെ എത്തിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗാണ്. പിന്നെ മോൾക്ക് സ്കേറ്റിംഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുസഫ പാർക്ക് ചൂസ് ചെയ്തത്. അവിടെയാണെങ്കിൽ നല്ല സ്പീഷ്യസ് ആണ്. നമുക്ക് പിന്നെ ഒരു എന്താ പറയുക, ഒരു രാവിലെ വരെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അവിടെയുണ്ട്. ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാർക്ക് ചൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. കുഞ്ഞ് കയ്യിലുള്ളതുകൊണ്ട് അതും പറ്റുന്നില്ല. ആൾ കാർ സീറ്റിൽ ഇരിക്കുന്നില്ല. എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അവിടെ എത്തുന്നത് വരെ. പിന്നെ നമ്മൾ പോകുമ്പോഴേ ചായയും പഴംപൊരിയും പിന്നെ എന്തൊക്കെയാണ് കൊണ്ടുപോയത്? കോൺ അല്ലേ? കോണും കൊണ്ടുപോയിരുന്നു. സമയം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയത്. അതല്ലാതെ നമ്മൾ പിന്നെ തീ കാര്യങ്ങൾ അല്ലേ, ഗ്രില്ല് ചെയ്യാനുള്ള സാമഗ്രികളൊന്നും ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇക്ക പറഞ്ഞു അവിടെ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് പോകുന്നതുണ്ടാവും, അപ്പോൾ നമുക്ക് അതിൽ വെച്ചിട്ട് ചുട്ടെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പം അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സ്വീറ്റ് കോണൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പോയത്. ലേറ്റായി കഴിഞ്ഞാൽ അതൊക്കെ ചുട്ടെടുക്കാം. പിന്നെ കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ്. കുട്ടികൾക്ക് അസുഖങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുകയില്ല. ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴേ നമ്മൾ ഈ മൊബൈലും ടാബും ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതിനേക്കാളും പുറത്തിറങ്ങുവാണെങ്കിൽ നല്ലതാണ്. വീട്ടിലിരുന്നാലും പെട്ടെന്ന് അങ്ങ് സമയം പോകും. കാരണം നമ്മൾ ഈ മൊബൈൽ അല്ലെങ്കിൽ ടാബ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതങ്ങ് പോകും. പിന്നെ കുറച്ച് പുറത്ത് പോയി റിലാക്സ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴും സമയം പെട്ടെന്ന് അങ്ങ് പോയി. നമ്മൾ വിചാരിക്കുന്നതിലും ഇതായിട്ട് സമയം പോകും കേട്ടോ. സമയത്തിന് പിടിച്ച് നിർത്താൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 4 മണിക്കൊക്കെ ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാനോട് മുമ്പേ പറഞ്ഞതാണ് കുറച്ച് വേഗം പോകാമെന്നൊക്കെ. അപ്പോൾ ഇക്ക 6:30 എന്നൊക്കെ പറഞ്ഞു മൂപ്പര് കിടന്നുറങ്ങി. അതാണ് എപ്പോഴും എല്ലാ ലീവിലും സംഭവിക്കുന്നത് കേട്ടോ. നമ്മളിതായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാർക്ക് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പാർക്കാണ് കേട്ടോ.
അതിന് പേരുണ്ട്. പിക്നിക് 1, പിക്നിക് 2, 3, 4, 5 അങ്ങനെ ഓരോ ഏരിയ ആണ്. അതിനകത്തൊക്കെ ഫുള്ളങ്ങ് സ്പേസ്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. എല്ലാറ്റിനകത്തും കൂടുതലും ബാർബിക്യൂ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഷെസിനാണെങ്കിൽ കാർ സീറ്ററിൽ ഇരിക്കുന്നില്ല, എൻ്റെ കയ്യിൽ തന്നെയാണ്. ആൾ കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. അവിടെ എത്തുന്നത് വരെ കയ്യിലായിരുന്നു. ആൾക്ക് ഈ കാഴ്ചകളെല്ലാം കാണണം. അപ്പോൾ അങ്ങനെ കയ്യിൽ തന്നെ കയറിയിരുന്നു. മാഷാഅല്ലാ നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. ഓക്കെ ക്യാമറ പെട്ടെന്ന് ഓഫാണ്. പോവാ. നല്ല തണുപ്പ് അല്ലേ? എങ്ങനെയാ പോയി മറ്റേ ഈ USA ഇപ്പം നല്ല തണുപ്പായിരിക്കില്ലേ? തീ പിടിച്ചതിൻ്റെ തന്നെ, പക്ഷെ ഇങ്ങനെ ഈ തണുപ്പ് പ്രതിരോധിക്കണ്ടേ അറിയില്ല. ഇത് വാഷ്റൂം അല്ലേ? ഇവിടെ 2 തരം വാഷ്റൂം ഉണ്ട്. ഒന്നിൽ പേയ്മെൻറ്റ് ചെയ്യണം, ഇതിൽ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട. വേറൊരു വാഷ്റൂം ഉണ്ട്, അതിനകത്ത് പേയ്മെൻറ്റ് ഇട്ടിട്ട് വേണം. 2 ദിർഹം അങ്ങനെ എന്തോ ആണ് കേട്ടോ. അവിടെ പോവാ. ഇത് പള്ളിയാ? എന്താ അതിനല്ലേ പറഞ്ഞു? വീഡിയോയിൽ എങ്ങനെയാ പറഞ്ഞു? വെള്ളമില്ലേ നമ്മന്ന് പോയല്ലേ? ഞാൻ പിടിക്കണത് ഇരിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടല്ലേ? ഇങ്ങനെ ഒരു കോൺവെർസേഷന് സംസാരിക്കാനുള്ള ഒരു സെറ്റപ്പ് എല്ലാം ഉണ്ടോ? ഇരുന്ന് സംസാരിക്കാൻ പറ്റും. നമ്മളിതാ അങ്ങനെ നടക്കുകയാണ്. സോഹ കം ഹിയർ. നമസ്കരിക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട് അവിടെ. നമസ്കാരം. ഇപ്പൊ എന്നെ ചായ കുടിക്കാൻ തോന്നുന്നല്ലോ കേട്ടോ. നമസ്കരിക്കാം. എടുക്കാം വാ. ഇവിടെ ഇല്ല കേട്ടോ. ആടെ ഇട്ടാലോ? ആടെ ഇല്ല.
കുഴിയുണ്ട് അവിടെ, കുറച്ച് ഇപ്പോഴത്തെ കുഴി ഇങ്ങോട്ടിട്ട്. ഗുഡ്. അങ്ങനെ ഇതാ ഷിയ പായ വിരിക്കുകയാണ്. യെസ്, നല്ല തണുപ്പുണ്ട്. ഷെസിൻ ഇപ്പോൾ എന്നെ തണുപ്പ് പിടിച്ചിട്ടാ. അയ്യാ ഒന്നല്ലേ, ഇത് തൊപ്പിയിടുന്ന തണുക്കുന്നോണ്ട് അറിയുന്നില്ല തണുപ്പില്. ഹായ് ഷെസിൻ, ഹലോ. ആ ചായല പറഞ്ഞ അല്ല, അത് കാറിലുള്ളത് ഷൂ, അത് നിങ്ങൾ കാറിലാക്കാൻ കൊടുത്താൽ ഇടാം. അങ്ങനെ ഇതാ നമ്മള് പാർക്കിലെത്തി. തണുപ്പ് തണുത്ത് തണുത്ത് വിറക്കുകയാണ് അല്ലേ? തണുപ്പില്ലേ? ഐസ്. ഓക്കെ, ഹലോ ചേച്ചീൻ. ഇതാ ഇപ്പൊ സോഹ സ്കേറ്റിങ്ങിന്റെ ഷൂ എല്ലാം ഇട്ടിട്ട് റെഡിയാകുന്നുണ്ട്. നമുക്ക് ചെയ്യാം. എല്ലാം മറ്റേ സ്വെറ്റർ പോലത്തെ ഡ്രസ്സാണ് ഇട്ടത്, ജാക്കറ്റ് പോലെ. അല്ല, ഇത് സ്വെറ്റർ പോലെയുള്ളത്. എനിക്ക് അവർക്ക് തണുപ്പുണ്ടോ? മെല്ലെ മെല്ലെ മെല്ലെ. അങ്ങനെ സോഹ ഇതാ പോകുന്നുണ്ട്. അങ്ങനെ സോഹയുടെ പണി തുടങ്ങി. അത്യാവശ്യം ഇരുട്ടായി ഇവിടെ. നമ്മൾ വരുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. ഭയങ്കര സെറ്റപ്പാട്ടെ ഇവിടെ. കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സാമഗ്രികളും ഇവിടെയുണ്ട്. ഇതൊക്കെ എനിക്കാണോ വെള്ളം ഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇപ്പം എം ടി ആയി കിടക്കുകയാണ്. ഇങ്ങനെ ഓരോ സൈഡിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ സോഹ വരുന്നുണ്ട്. സോഹയ്ക്കാണെങ്കിൽ ഈവനിങ് ആകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ സ്കേറ്റ് ചെയ്യാൻ പോകണം. പോയിക്കോ, ഷീ ഈസ് വെരി ഹാപ്പി. സോഹ അതിൻ്റെ ഇതെടുക്കണ്ടേ, ഷോർട്ട് വീഡിയോ ഫുൾ സ്കേറ്റിങ്ങിൻ്റെ? സ്കേറ്റിങ്ങിൻ്റെ അവരുടെ അവിടെ ഇരിക്കുകയാണ്. നല്ല തണുപ്പിട്ടാ. തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചോനെ 5:30 മണിയാകുമ്പോൾ തന്നെ നല്ല ഐസ് പോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ചായ എല്ലാം കുടിച്ച് പഴംപൊരി എല്ലാം തീർന്നു അല്ലേ? ഉണ്ട്, അതിനകത്ത് ഇനിയുണ്ട് കേട്ടോ. വേണോ? തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാലേ ഭയങ്കര തണുപ്പിട്ടാ. ഇരുട്ടായി. ഇനി സോഹ ചായ തണുത്തിട്ടുണ്ടാവുന്ന കുടിച്ചോ. പപ്പാനെ കാണില്ലല്ലോ. പാർക്കിങ് പോയിട്ടുണ്ടാവോ? അല്ല, അതിനിട്ടൂലല്ലോ. എവിടെയാണ്? എങ്ങനെയുണ്ട് ചായ? ഗുഡ്. ഫിലിയിലത്തെ ചായ പോലെ ഉണ്ടാ? നോ. ഇനിയാണോ? തിന്നിപ്പാ. മധുരം ഓൾറെഡി കുറേ ഇട്ട് കുടിച്ചാലോ. കുറച്ച് തന്നെ കുടിച്ചോടാ, കളയണ്ടടാ. ഇങ്ങനെ നോക്കണോ? ഓക്കെ.
ചായ തണുക്കുന്ന സ്പോട്ടിനറിയാം ഫോട്ടോ എടുക്കണ്ടേ എങ്ങനെയുണ്ട് നിങ്ങൾ ഇപ്പൊ ഇത്ര ലേറ്റ് ആയത് പാർക്കിംഗ് കിട്ടിയപ്പോ ഇത്ര സമയം പാർക്കിംഗ് കിട്ടിയിട്ടില്ല ഓക്കെ കോൺ ഓക്കെ അപ്പൊ അങ്ങനെ നമ്മള് കോൺ ചുടാൻ വേണ്ടി പോവാണ് എന്റെ ബാഗ് ഞാൻ ഇടത്താ നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ എടുത്തോ തണുക്കുന്നു ഓനാ സോക്സ് പിടിക്കാൻ തണുക്കുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മളിതാ നേരെ കോണൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അവിടെ തീയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആദ്യം മൂപ്പർക്ക് പാർക്കിംഗ് കിട്ടിയില്ലായിരുന്നു അത്രയും റഷായിരുന്നു കേട്ടോ റോങ് പാർക്കിങ്ങിലായിരുന്നു നമ്മൾ വെച്ചിരുന്നത് പിന്നെ ഒക്കെ പോയി പാർക്ക് ചെയ്തു അങ്ങനെ നമ്മളോട് പറഞ്ഞു നമുക്ക് കോണൊക്കെ ചുടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ ഇരുട്ടായി കേട്ടോ ഇങ്ങനെ നടക്കുകയാണ് ഇത് കിട്ടണം ഇങ്ങനെ ഇതല്ലേ എന്താ ഇതാണ് നമുക്ക് ഇരിക്കുകയും ചെയ്യാം അതില് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിതാ മടങ്ങി പോവാണ് കേട്ടോ ഇൻഷാ അല്ലാഹ് നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് വരാം ഓക്കെ അപ്പം നാളെയും ചിക്കനൊക്കെ ഗ്രിൽ ചെയ്യാൻ വരണം എന്നൊക്കെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇൻഷാ അല്ലാഹ് നോക്കട്ടെ അപ്പം അതിൻ്റെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടമായ ലൈക്കും ഷെയറും കൂടി മറക്കരുത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്